പരീക്ഷാ ക്രമക്കേടിൽ ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അവധിക്കാല ബെഞ്ച് ഹർജി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളും ലഭ്യമാണ്. ഈ പറയുന്നത് പോലെ കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പറുകൾ ഉണ്ടായിരുന്ന 68ഓളം ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുമായി സാമ്യമുണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ. ആ സാഹചര്യത്തിൽ തന്നെയാണല്ലോ ഈ ഹർജിയും ഇന്ന് പരിഗണിക്കുക. ഗുഡ് മോർണിംഗ് പ്രവിത ക്രിസ്റ്റീന. തീർച്ചയായിട്ടും, കാരണം ഈ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ബീഹാറിലടക്കം വലിയ മാഫിയകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇതിനായി വലിയ തുകകൾ തന്നെ രക്ഷിതാക്കൾ ഈ മാഫിയയ്ക്ക് കൈമാറിയതായി ബന്ധപ്പെട്ട ബാങ്ക് ഡീറ്റെയിൽസുകളും അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസിൽ EDയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നൊരു ആവശ്യവും ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് അവധിക്കാല ബെഞ്ച് ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. നേരത്തെ നിരവധി ഹർജികൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടും അതുപോലെ തന്നെ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടും സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ സ്റ്റേ നടപടികൾ, അതായത് കൗൺസിലിംഗ് സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് അറിയിച്ച സുപ്രീം കോടതി ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാനായി ജൂലൈ 8 മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഹർജി നിലവിലെത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതും കാത്തിരുന്ന് അറിയേണ്ടതാണ്. മറ്റൊന്ന്, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ കണ്ടെത്തലുകൾ ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ NTA ചോദ്യപേപ്പർ കൈമാറിയതിനെ തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് ആ കണ്ടെത്തലുകൾ. അതായത് ഈ കണ്ടെടുത്ത ചോദ്യപേപ്പറിലെ ഏതാണ്ട് 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ചിലതിലെ സീരിയൽ നമ്പറുകൾ വരെ ഒന്നാണ് എന്നുള്ള ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറുകളുടെ കവറുകൾ അത് പൊട്ടിച്ച രീതി ശരിയായ മാതൃകയിലല്ലെന്നും അതിലൊക്കെ ക്രമക്കേടുകൾ നടന്നതായിട്ടും പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് CBI സംഘം പട്നയിൽ എത്തുന്നുണ്ട്. CBI പട്നയിലെത്തി ബീഹാറിലെ കേസ് അത് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും കർശന നടപടികൾ ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുക. നിലവിൽ 18 പേരാണ് ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റീന, പ്രവിത. ശരി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീഹാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ഒരുപോലെയായിരുന്നു. സീരിയൽ നമ്പർ പോലും ഒന്നായിരുന്നു എന്നുള്ളതാണ് പ്രധാന കണ്ടെത്തൽ. അതെ, ഫോറൻസിക് പരിശോധനയിൽ വന്നിരിക്കുന്നത് എന്ത് വിശ്വസിച്ച് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും, അല്ലെങ്കിൽ പരീക്ഷാർത്ഥികൾ ഇത്തരം ടെസ്റ്റുകൾക്ക് പോകുമെന്ന ചോദ്യമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വാർത്തകൾ വരുന്നത്.